ശ്യാമേ, നമ്മുടെ ഈ കതിരൂർ മനോജ് വധക്കേസുണ്ടല്ലോ, അത് ഇപ്പോൾ ഏതവസ്ഥയാണ്? കാരണം പി ജയരാജനായിരുന്നു അതിനകത്തിൽ പ്രധാനമായിട്ടും 25-ാം പ്രതിയായിട്ട് വരുന്നത്. അതിനുശേഷം അദ്ദേഹം ആശുപത്രി പോയതും വയ്യാതെ കിടന്നതും ഒക്കെ നമുക്ക് കണ്ട ആ നാടകങ്ങളെ കണ്ടതാണല്ലോ. എന്തായിരിക്കും ഇപ്പോഴത്തെ അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്? അതിന്റെ അവസ്ഥ എന്താണ്? CBI കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു തോന്നുന്നു അല്ലേ? എന്താണ്? CBIയുടെ കയ്യിലാണ് പിന്നീട് കേസ്. അതെ, CBI. കതിരൂർ മനോജ് എന്ന് പറയുന്നത് കിഴക്കേ കതിരൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കണ്ണൂർ. കിഴക്കേ കതിരൂര്, അവിടെ ആകപ്പാടെ ഉള്ള ഒരേ ഒരു BJP-കാരൻ ഈ കതിരൂർ മനോജ് മാത്രം. RSS ഒരാളേ ഉള്ളൂ. അയാളെ പാർട്ടി ഗ്രാമം, അത് പാർട്ടിയാണ് അവിടെ എല്ലാം. പാർട്ടി തീരുമാനിക്കുന്നത്. ഇദ്ദേഹവും പാർട്ടി അനുഭാവിയായിരുന്നു, CPM അനുഭാവിയായിരുന്നു. പക്ഷെ വളർന്നു വന്നപ്പോൾ മനോജ് സ്വന്തം നിലയിൽ ചിന്തിച്ച് ഇദ്ദേഹം RSSന്റെ ഭാഗമായിട്ട് മാറി. ഇദ്ദേഹത്തെ പലതവണയാണ് ഇവർ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ അവർ പറയുന്നത് പി ജയരാജനെ തിരുവോണ ദിവസം ആക്രമിച്ചതിന്റെ പിന്നിൽ മനോജാണ്, മനോജിന്റെ ബുദ്ധി കേന്ദ്രം അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മനോജിനെ ഇവർ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് കേസിലും പറയുന്നത്. പോലീസിന്റെയും പിന്നീട് വന്ന ക്രൈംബ്രാഞ്ചിന്റെയും CBIയുടെ ഒക്കെ അന്വേഷണത്തിൽ ശരിക്കും അതൊന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് OK വാസുവും അശോകനുമാണ് BJP വിട്ടുപോയത്, RSS വിട്ടു മാറിയത്. അശോകൻ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ആളാണ്. അശോകനെ എടുക്കാൻ തീരുമാനിച്ച CPM. അശോകനെ കൊലപ്പെടുത്താൻ ഇവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അശോകനെ ഇപ്പൊ CPM-ലേക്ക് മാറിയല്ലോ, പാർട്ടിയിലേക്ക് മാറി. പക്ഷേ ഈ കൊലപ്പെടുത്തുന്നുള്ള ഭയം കൊണ്ട് മാറിയതായിരിക്കും? അല്ല, അവരതിനു മുമ്പ് തന്നെ OK വാസു അശോകന് മാറാനുള്ള ഈ BJP-യും അവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, നേതൃത്വമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് അശോകൻ മാറുന്നത്? അപ്പൊ അശോകനെ കൊലപ്പെടുത്തണം, അശോകൻ മാറിയെങ്കിലും അശോകനെ എടുക്കണം എന്നുള്ളത് ചിലരുടെ ആവശ്യമായിരുന്നു. CPM-ലേക്കാണ് വന്നെങ്കിലും. അപ്പൊ അശോകനെ എടുക്കുമ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയില്ലേ, ഇപ്പുറത്ത് മനോജിനെ എടുക്കുമ്പം അപ്പുറത്ത് അശോകനെ എടുക്കും. ഇത് രണ്ടും എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? അശോകനെ കൊന്നത് RSS ആണെന്ന് പറയാൻ പറ്റും. മാഷാള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വിട്ടതാ. ആ തന്ത്രമൊക്കെ CPM-നുള്ളതാ. മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് TP ചന്ദ്രശേഖരനെ ഓഞ്ചിയെത്തിട്ട് വെട്ടിക്കൊല്ലുന്നത്. അപ്പോ അങ്ങനെയുള്ള കൃത്രിമന്മാരുടെ കയ്യിലുണ്ട്. അപ്പൊ മനോജിനെ ഉള്ളൂ, മൊത്തം അവന്മാരുടെ കയ്യിൽ ഈ സാധനം ഉണ്ട്. ഇപ്പൊ മനോജ് വലിയൊരു സംവിധാനമായിരുന്നു. മനോജ് ഒറ്റയ്ക്ക് ഒരു പാർട്ടിയായിരുന്നു. അയാൾ ഒറ്റയ്ക്ക് ഒരു പാർട്ടിയാണ്. ഒരു RSS എന്ന് പറയുന്ന അയാൾ ഒറ്റയ്ക്ക് ഒരു RSS ആണ്. അയാൾ മാത്രം മതി അവിടെ. ഇവന്മാര് പലതവണ അയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, പലതവണ നോക്കി. ആദ്യം അയാളെ ബോംബെറിഞ്ഞു. ഇത് 3 തവണയും ബോംബെറിയായിരുന്നു. ആദ്യത്തെ തവണ അദ്ദേഹം ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോഴാണ് ബോംബെറിയുന്നത്. അത് നമ്മുടെ കതിരൂര് ശശി എന്ന് പറയുന്ന RSSന്റെ വലിയൊരു നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ അനിയൻ ഷാജിയുണ്ട്. ഷാജിയുടെ കണ്ണു പോകുന്ന എങ്ങനെ ഈ ബോംബെറിഞ്ഞിട്ടാണ് ഷാജിയുടെ കണ്ണു പോകുന്നത്. അന്ന് മനോജ് രക്ഷപ്പെട്ടു. പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി സുരേന്ദ്രൻ മരിച്ച കേസ്, അന്നും മനോജിനെ കൊല്ലാൻ നോക്കി, കതിരൂർ മനോജിനെ കൊല്ലാൻ നോക്കി. ഇവരുടെ ബ്രാഞ്ച് സെക്രട്ടറി സുരേന്ദ്രനെ വെച്ചിട്ട് സുരേന്ദ്രനെ കൊല്ലപ്പെടുന്ന അങ്ങനെ. അപ്പം അത് മനോജ് പ്രതിയായി ആ കേസിൽ. ഈ ശരിക്കും മനോജിനെ കൊലപ്പെടുത്താൻ വന്നതാ. പക്ഷേ അതിന് മനോജിനെ പ്രതിയാക്കി മാറ്റി. അല്ല, മനോജ് അവിടുന്ന് രക്ഷപ്പെട്ടു. ഈ ആക്രമണത്തിന്റെ ഇടയ്ക്ക് സുരേന്ദ്രൻ കൊല്ലപ്പെട്ടു. അങ്ങനെ മനോജിനെ ഇതിനകത്ത് വിളിച്ച് പ്രതിയാക്കി. പക്ഷെ കോടതി വെറുതെ വിട്ടു. കോടതി ആ കേസിൽ മനോജിനെ ഇയാൾ നിരപരാധിയാണെന്ന് കണ്ടുകൊണ്ട് വെറുതെ വിട്ടു. പിന്നാണ് 2014 സെപ്റ്റംബർ 1-ാം തീയതി ഡയമണ്ട് മുക്കിനടുത്ത് വെച്ചിട്ട്, കിഴക്കേ കതിരൂരിനും ഡയമണ്ട് മുക്കിനും ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വളവിലാണ് സംഭവം ഉണ്ടാകുന്നത്. ബോംബ് എറിഞ്ഞു. ഒമ്നിക്ക് നേരെ മനോജ് സഞ്ചരിച്ച ഓമ്നിവാന് നേരെ ബോംബ് എറിഞ്ഞു. ആ ഒമ്നിവാന്റെ താളം തെറ്റി, ബാലൻസ് തെറ്റിപ്പോയി. വണ്ടി ചെന്ന് ഒരു പോസ്റ്റ് ഇടിച്ചിട്ട് പോസ്റ്റിൽ നിന്ന് ആ ഇടിച്ച വണ്ടിക്കകത്ത് നിന്ന് മനോജിനെ ഇറക്കി ഇവര് അതിക്രൂരമായി വെട്ടിക്കൊന്നത് മാത്രമല്ല, വെട്ടിയിട്ട് ഇവര് മണ്ണ് വാരിയിട്ടു മനോജിന്റെ ദേഹത്ത്, സ്റ്റിച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. രക്ഷപ്പെടരുത്, മനോജ് രക്ഷപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് വെട്ടിക്കൊന്നു. അത് വിക്രമനാണത് മെയിൻ. വിക്രമന്റെ അക്രമങ്ങൾ കണ്ണൂർ കുറെ ഉണ്ട്. അത് വേറെ കഥയാണ്, അത് ഞാൻ പറയാം. വിക്രമന്റെ കുറെ അക്രമങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെയുള്ളതുണ്ട്. വിക്രമൻ, കൃഷ്ണൻ, രാമേന്ദ്രൻ, മനു, റിജു, ബിജു, സനില്, ഇവന്മാരൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. കൊടിസുനിയെ ഇറക്കി പണിയാൻ നോക്കി ഒരു തവണ. കൊടിസുനിയെ വെച്ചിട്ട് കക്കറ വെച്ച ഒരു തവണ കൊല്ലാൻ നോക്കിയത്, കക്കറയിൽ വെച്ചിട്ട്. പക്ഷെ ഈ മനുഷ്യൻ ആ സമയത്തെങ്കിലും രക്ഷപ്പെടാൻ നോക്കണമായിരുന്നു. ആ സമയത്തെങ്കിലും ഇദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ഒരുക്കണമായിരുന്നു പാർട്ടി. RSS ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കണമായിരുന്നു. കാര്യം 3 തവണയായി ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ നോക്കുന്നത്. ഇത് RSS പറഞ്ഞതാണ്.
അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ നോക്കുന്നു എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്നത്. കക്കറ വെച്ചിട്ടാണ് കൊടിസുനി ബോംബ് എറിയുന്നത്. കൊടിസുനി ബോംബ് എറിയുന്നത് അന്ന് ഓമിനിക്ക് നേരെ എറിഞ്ഞത്. ഇദ്ദേഹം നല്ല ഇതാണ്, ഫൈറ്ററാണ്, നല്ല ഈ മെയ്വഴക്കമുണ്ട്. ഈ RSS മാത്രമല്ല, കാരണം ചങ്ക് ഭയങ്കര ധൈര്യം നടക്കൂലല്ലോ. ധൈര്യം ഭയങ്കര. കക്കറ വെച്ചിട്ടാണ് കൊടിസുനി ബോംബ് എറിയുന്നത്. എന്നിട്ട് കൊടിസുനി എടുത്ത് പുല്ലുപോലെ വലിച്ചെടുത്ത് വിളികളാണ്. പുള്ളിക്ക് വേണമെങ്കിൽ തിരിച്ചന്ന് കൊടിസുനിയെ തീർക്കായിരുന്നു. കക്കറ വെച്ച് പുള്ളിക്കിട്ട് എറിഞ്ഞപ്പം അന്ന് വേണമെങ്കിൽ ഈ കൊടിസുനിയെ എന്താ പറയാ പുള്ളിക്ക് തീർക്കായിരുന്നു. കൈപ്പാങ്ങിന് കിട്ടി പുള്ളിയുടെ. എന്നിട്ട് പുള്ളി വേണ്ടെന്ന് വെച്ചു. പക്ഷെ അപ്പോഴും അദ്ദേഹം ഈ ഒമിനി മാറിലാണ് സ്ഥിരം പോയിക്കൊണ്ടിരുന്നത്. ഉച്ചയ്ക്കാണ് എറിയുന്നത്. ഉച്ച സമയത്താണെന്ന് എന്റെ ഓർമ്മ. ഞാൻ കണ്ണൂർ റിപ്പോർട്ടറാണ്. അപ്പോ പിന്നെ എറിഞ്ഞ് കൊലപ്പെടുത്തി ഇതെല്ലാം സംഭവിച്ചു. എന്നിട്ട് ഇവരുടെ പക തീർന്നില്ല ആ മനുഷ്യനോട്. 2015 സെപ്റ്റംബർ 1-ാം തീയതി ഇവന്മാർ ചെയ്ത പണി എന്നറിയാമോ? 3 പട്ടികളെ അടിച്ചു കൊന്നിട്ട് ആ പോസ്റ്റിൽ കെട്ടിത്തൂക്കി CPM. ഇദ്ദേഹത്തിനെ കൊന്നതിന് ശേഷം അമ്മറ പക മാത്രം UAPA ഉള്ള കേസായത്. UAPA ചുമത്തിരിക്കുന്ന 6.5 വർഷം അകത്ത് കിടന്നു. ഈ വിക്രമന്റെ അക്രമങ്ങളല്ല. ഈ വിക്രമൻ കുറച്ചാൽ പുള്ളിയെ കൊല്ലുന്ന സമയത്ത് കണ്ണൂർ ഒരു പ്രശ്നമില്ല. കണ്ണൂർ ശാന്തമാണ്. 1.5 വർഷത്തോളം, ആ ഒരു 1.5 വർഷം 2013 പകുതി മുതൽ 2014 ആ വർഷം വരെ കണ്ണൂർ ഒരു പ്രശ്നമില്ല. പക്ഷെ ആ പ്രശ്നം ഇല്ലെങ്കിൽ പോലും ഇയാൾ അപകടകാരിയാണ്. പാർട്ടിക്ക് അപകടകാരി പാർട്ടിക്കല്ല. പി ജയരാജന് ഭയങ്കര വ്യക്തിവിരോധമായിരുന്നു മനോജിനോട്. പി ജയരാജൻ എന്നിട്ട് പോലീസ് പിടിച്ചോണ്ട് പിന്നെ ഇത് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോ ഉണ്ടല്ലേ അഭിനയം, നെഞ്ചുവേദന. ഇദ്ദേഹം മരിച്ചു 1 മണിക്കൂർ നമ്മൾ ചാനലിൽ അറിയുന്നതിന് മുമ്പ്. ഞാനിതെങ്ങനെ അറിയുന്ന ജയിന്റെ പോസ്റ്റ് കണ്ടിട്ടാ. ജയിന്റെ പോസ്റ്റ്, ജയിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു FB-യിൽ. ജയിൻ അന്നേരം ഒരു പോസ്റ്റ് ഇട്ടു, പിന്നെ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത എന്ന് പറഞ്ഞിട്ട്. ജയിൻ എന്ന് പറഞ്ഞാൽ ജയരാജന്റെ മോൻ. ജയിൻ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പൊ ജയിന്റെ പോസ്റ്റ് ഉണ്ട്, ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത എന്നുണ്ടപ്പോ ഞാൻ ആലോചിച്ച് ഇത് എന്താണ് സംഭവം, എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴാണ് നമ്മൾ മീഡിയക്കാർ അറിയുന്നതിന് മുമ്പ് ഇവന്മാർ അറിഞ്ഞു. പ്ലാൻ ചെയ്തിരിക്കുകയാണ്, ഇവന്മാർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് ഇവന്മാരെന്താ ചെയ്തേ? പിന്നെ 1-ാം വർഷം അത് ചെയ്തു. പിന്നെ CBI വന്നപ്പോൾ ഇവന്മാരുടെ കൈവിളി. CBI വന്നതിന്റെ പിന്നാലെ UAPA അതിനകത്ത് ഇട്ട് കൊടുത്തു. UAPA ഇട്ടതോടുകൂടി ഇവന്മാർക്ക് ജാമ്യം കിട്ടാതായി. 6.5 കൊല്ലം അകത്ത് കിടന്നു. 6.5 കൊല്ലം ഇവന്മാർ അകത്ത് കിടന്നു. അങ്ങനെയാണ് ഈ വിക്രമന്റെ അക്രമങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞത്. ഇവന്മാരെല്ലാം ചെയ്ത് ഈ കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്നുണ്ടല്ലോ. കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിന്നെ ഈ ജേഴ്സൺ മാസ്റ്റർ, ജയരാജൻ ആക്രമിക്കപ്പെടുന്നു, പിന്നാലെ ജേഴ്സൺ മാസ്റ്ററെ കൊല്ലുന്നു. പിന്നെ ആ വർഷം 7 പേര്, പിറ്റേ വർഷം 6 പേര് കൊന്നത്. 7, 6, 13 പേരാണ് 2 കൊല്ലം കൊണ്ട് കൊല്ലപ്പെട്ടത്. ആ ഒരു കണ്ണൂർ, ആ ഒരു സമയത്ത്, കണ്ണൂരിന്റെ ആ ഒരു അവസ്ഥയിൽ, ആ ഒരു കാലഘട്ടം. ഈ P ജയരാജൻ ഇപ്പോഴും ഈ കേസിൽ, ഈ മനോജ് കേസിൽ എന്തായിരിക്കും അവസ്ഥ? ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന. അല്ല, അത് ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോന്നാണ്? കോടതിയിലാണ്. എന്റെ കുറ്റപത്രവും കാര്യങ്ങളും എല്ലാം കൊടുത്ത് കോടതി കിടക്കുകയാണ് സാധനം. അത് വൈകാതെ വിധിയൊക്കെ വരും. അപ്പൊ അങ്ങനെ ആയിരുന്നു P ജയരാജന് കൂടെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നുള്ളത്. P ജയരാജൻ അകത്ത് പോകും, പോകാനാണ് സാധ്യത. മൊഴിയുണ്ട്, ഗൂഢാലോചനയ്ക്കകത്ത് അയാൾക്ക് മൊഴിയുണ്ട്, മാപ്പുസാക്ഷിയുണ്ട് കേസിൽ. മാപ്പുസാക്ഷി ആരുടെ ഭാഗത്ത് നിന്ന് മാറിയത്? ഈ P ജയരാജനെതിരെ മാപ്പുസാക്ഷിയുടെ മൊഴിയുണ്ട്. അകത്തു പോകുമെന്ന് ജയരാജന് നന്നായിട്ട് അറിയാം. അങ്ങനെ വരുമ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ വല്ലാത്തൊരു ചേഞ്ച് വരുമല്ലോ. ഈ ജയരാജനൊക്കെ അകത്ത് പോവുകയും CPM-ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപഭ്രംശം. കണ്ണൂർ എന്ന് പറയുന്നത്, കണ്ണൂർ ഇനിയിപ്പോ മാറ്റം വരാനൊന്നുമില്ല. കണ്ണൂരൊക്കെ പാർട്ടിയുടെ അടിവേര് ചോർന്നു. വടകരയിലൊക്കെ പിന്നെ പാർട്ടി ഇത്രയും ഭീകരമായി തോറ്റു. KK ശൈലജ നിന്നിട്ട് പോലും വടകരയിൽ ഭീകരമായി തോറ്റു. K സുധാകരന് കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ പിണറായിക്ക് പോലും അവിടെ കിട്ടിയിട്ടില്ല. അത്രയും വോട്ട് കിട്ടി. പക്ഷെ അതൊരു കാര്യമുണ്ട്, അതൊരു പാർലമെന്റ് ഇലക്ഷൻ ആണെന്ന് വേണമെങ്കിൽ ഇലക്ഷൻ വരുമ്പോഴും അത് മാറിക്കൂടെ അവിടെ? കാരണം ഇപ്പോഴും അവരുടെ അങ്ങനല്ല, പ്രത്യയശാസ്ത്രത്തിന് മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട്. അതെ, CPM-ന്റെ. അത് സാധാരണ പാർട്ടിക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവര് മാറി ചിന്തിച്ചു തുടങ്ങി. CPM-ആയിട്ട് കണ്ണൂർ അകന്നു തുടങ്ങി പാർട്ടിക്കാർ. പ്രത്യയശാസ്ത്രപരം എന്ന് പറയുമ്പോൾ പാർട്ടി, ഇപ്പോ നമ്മളുടെ ചാനൽ കാണുന്നത് ഭൂരിഭാഗം ആരായിരിക്കും എന്നുള്ള ഒരു സാധനമല്ലേ? ഏത് ചാനലായിക്കോട്ടെ, മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ കാണുന്നത് ഭൂരിഭാഗവും ഇന്ന ആൾക്കാരായിരിക്കും. ജനൻ TV കാണുന്നത് ഭൂരിഭാഗവും ഇന്ന ആൾക്കാരായിരിക്കും. അവരവരുടെ ഇതിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ ആ പ്രേക്ഷകരെ അവർക്ക് നഷ്ടപ്പെടില്ലേ? അതുപോലെയാണ് CPM-ന്. CPM-ന് മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും
സംഭവിച്ചിട്ടുണ്ട്. അതെ, മൊത്തം പ്രത്യേകിച്ച് കണ്ണൂരിൽ അത് കണ്ണൂരിൽ അത് എളുപ്പം തിരിച്ചറിയും പാർട്ടിക്കാർ. കണ്ണൂർ എന്ന് പറയുന്നത് കണ്ണൂരിലുള്ള ഓരോ മനുഷ്യരും അവർ പാർട്ടിയാണ്. അപ്പൊ അവർ ഇതുവരെ എനിക്ക് തോന്നുന്നു ഇത്രയും കാലം അവർ കൊന്നതും വെട്ടിയതും ചത്തതും ഒക്കെ അവരെ മോശമായി പോയി എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അല്ലല്ല, മറ പിടിച്ച് നടക്കുകയായിരുന്നു CPM നേതാക്കൾ, മറ പിടിച്ച് നടക്കുകയായിരുന്നു. അതെ, സോഷ്യൽ മീഡിയ കള്ളം പറയുക, അത് തന്നെ ക്യാപ്സ്യൂളുകൾ ഇറക്കി കൊടുക്കുക, ഇങ്ങനെ അതൊന്നും വിശ്വസിക്കാത്ത ഒരു വലിയ ജനവിഭാഗം വളർന്നു വന്നു. ഏതാ സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ പറയുന്ന ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ പറ്റാതായി. പാർട്ടി CPM-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് മൂല്യച്യുതി സംഭവിച്ചു. അല്ല, അത് തന്നെയായിരിക്കും ചിലപ്പോൾ ഈ ക്യാപ്സ്യൂളുകൾ വെച്ച് കുറെ കാലം മുന്നോട്ട് പോയത് ഇപ്പോ നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ അപകടം പറ്റി തോന്നിയത് കണ്ടിരിക്കും. ചിലപ്പോൾ ഈ പോരാളി ഷാജിമാരെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിയെ രംഗത്ത് വരികയും പ്രമുഖനായ ജയരാജ് രംഗത്ത് വരികയും ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പൊ പൊതുവിൽ എനിക്ക് തോന്നുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിന് നമ്മൾ കണ്ടതുപോലുള്ള ഇത്രയും കാലം കണ്ണൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് നമ്മൾ കണ്ടിരുന്ന ആ ഒരു പാറ്റേൺ മാറിയിരിക്കുന്നതാണ് തോന്നുന്നത്. കാരണം അവിടുത്തെ ആൾക്കാരുടെ ഇസ്ലാമിക രാഷ്ട്രീയത്തിലേക്ക് പോയി അവിടെ. അതാണ് എന്റെ പ്രധാന പ്രശ്നം. ഇസ്ലാമിക രാഷ്ട്രീയത്തിലേക്ക് കൂടുതലും സുഡാപ്പികൾ അതിനകത്തോട് കയറി പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഭയങ്കരമായി വർക്കൗട്ട് ആയിട്ടുണ്ട് കണ്ണൂർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അവിടുത്തെ സാധാരണ പാർട്ടി പ്രവർത്തകർ സാധാരണ പാർട്ടിക്കാർ അത് തിരിച്ചറിയുന്നു. അതായത് പിന്നെ ഈ ജിഹാദി പരിപാടികൾ അവിടെ സ്ട്രോങ് ആയി കഴിഞ്ഞു. വടകരയിലൊക്കെ പിന്നെ ഷാഫിയുടെ മേന്മ കൊണ്ടല്ല ജയിച്ചല്ല, ഷാഫിയുടെ മേന്മ മാത്രമല്ല അവിടെ ജയിച്ചത്. അവിടെ കാഫിർ എന്ന് പറയുന്ന കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. കാഫിർ എന്ന് പറയുന്ന കൊടുങ്കാറ്റ് അത് ഇരയാക്കപ്പെട്ടത് ഷാഫി അല്ല. ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇരയാക്കപ്പെട്ടത് കണ്ണൂരിൽ അല്ലെ വടകരയിൽ ഇരയാക്കപ്പെട്ടത് ഷാഫി അല്ല, ഇരയാക്കപ്പെട്ടത് KK ശൈലജയാണ്. ശൈലജയെ കാഫിറായി പ്രഖ്യാപിച്ചു. ആര് പ്രഖ്യാപിച്ചാലും, ആര് തൊടുത്തുവിട്ടാലും അതൊരു കൊടുങ്കാറ്റായി മാറുകയും അതോടെ വോട്ടായി മാറുകയും ചെയ്തിട്ടുണ്ട്. അത് KK ലതിക ഇപ്പൊ ആ ഒരു പോസ്റ്റ് പിൻവലിച്ചപ്പെടുത്തതിന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഈ കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടത് CPM-നകത്ത് തന്നെ ആയിരിക്കും എന്നുള്ള സംശയം വരുന്നുണ്ട്. കാരണം ആരാവട്ടെ, CPM തൊടുത്തുവിടട്ടെ, CPM ആയിക്കോട്ടെ, CPM തന്നെ തൊടുത്തുവിട്ടാന്നിരിക്കട്ടെ. CPM തൊടുത്തുവിട്ടു, അല്ലെ വേണ്ട കോൺഗ്രസ് തൊടുത്തുവിട്ടു, ആരോ തൊടുത്തുവിടട്ടെ. ആര് തൊടുത്തുവിട്ടാലും അത് കൊടുങ്കാറ്റായിരുന്നു, അതവിടെ വോട്ടായി മാറിയിട്ടുമുണ്ട്. അതെ, അത് കേട്ട് കാഫിറായ ശൈലജയ്ക്ക് വോട്ട് ചെയ്യാത്ത വലിയൊരു ജനവിഭാഗം ഉണ്ട്. അപ്പൊ എന്തായാലും ഈ കണ്ണൂരിൽ നമ്മളിപ്പോ പറഞ്ഞു വന്ന ഈ മനോജ് വധ കേസുമായിട്ട് ബന്ധപ്പെട്ടും അതിനുശേഷം വരുന്ന ഈ കുറ്റകൃത്യങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ കണ്ണൂരിന്റെ ഒരു പൊതു അവസ്ഥ മാറി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM അവിടെ പടം പഠിക്കും. ശരി, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.